ഇടുക്കി ജില്ലയിൽ കാട്ടാന കൊന്നത് 31 മനുഷ്യരെ. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് നശിപ്പിച്ചത്. കാട്ടാനയുമായി മല്ലിട്ടാണ് ഇവിടെ മനുഷ്യർ ഓരോ ദിനവും ജീവിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 21-ന് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്കരികിലെ കുരിശടിയിൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദേവികുളം സ്വദേശി ജോർജാണ് ഇതിലെ അവസാനത്തെ ഇര. സ്വന്തം ഭാര്യയുടെ കൺമുൻപിലാണ് കാട്ടാന ആക്രമണം നടന്നത്. 4 വർഷത്തിനിടയിൽ 31 മനുഷ്യജീവനാണ് കാട്ടാന കവർന്നത്. ദേവികുളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാവിലെ 7-നും 10-നും ഇടയിലാണ് കൂടുതലായും കാട്ടാനയുടെ ആക്രമണം നടക്കുന്നത്. 50-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൂടുതലായി ഇരയാകുന്നത്. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട് ഗുരുതരമായി പരിക്കുകളോടെയും അംഗവൈകല്യത്തോടെയും കഴിയുന്നവർ നിരവധി പേരാണ് ഈ പ്രദേശങ്ങളിലുള്ളത്. തൊഴിലെടുക്കാൻ പോലും കഴിയാതെ വീട്ടുകാർക്ക് ഭാരമായി കഴിയുന്ന ഇവരുടെ ജീവിതം കടുത്ത ദുരിതത്തിലുമാണ്. ഇതിനു പുറമെ നിരവധി വീടുകളാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. രാപ്പകൽ വിയർപ്പൊഴുക്കി സ്വന്തം ഭൂമിയിൽ കൃഷി ഇറക്കിയ കർഷകർക്കും ദുരിതം തന്നെ. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആൾ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഇതിനെതിരെ വനപാലകരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഹർത്താലും റോഡ് ഉപരോധവും നടത്തിയിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സത്യം. VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.